ജാനേച്ചി എന്താ കല്യാണം കഴിക്കാത്തെ? നമ്മൾ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. ഒരു കണക്കിന് മീരയ്ക്കും എന്റെ അവസ്ഥയാ. മീരേച്ചി എന്തൊന്നും പറയാത്തെ? ഞാനെന്ത് പറയാനാ, വരുന്നത് അനുഭവിക്കല്ലാതെ. ജാനു, ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുക. വീട്ടിൽ പോയിരുന്നു, അവിടെ ആരുമില്ല. എന്താ ഹരി? കാവിലെ നിറപുത്തിരിക്ക് വേണ്ട അരി പൊടിക്കണം. നീയും കമലേട്ടത്തും കൂടെ ആ കാര്യം ഏറ്റെടുക്കണം. അതിനെന്താ, ഞാൻ ചെയ്തോളാം. എന്നാ പറഞ്ഞ പോലെ. നീ എന്താ അവനെ കണ്ട് മാറിയേ? ഒന്നുമില്ല. എന്താ മീനേച്ചി, മീരേച്ചി കളിക്കാൻ വരാത്തെ? സുഖമില്ലാത്രേ. അല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ അവള് വരില്ല. അതെന്താ? എനിക്കറിയില്ല. ഇന്നലെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ ഒരു വാക്കും മിണ്ടാതെ അവള് മാറിപ്പോയി. അതൊക്കെ രാധേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. ചിലപ്പോ ആയിരിക്കും. വെള്ളിയാഴ്ച ചന്തയ്ക്ക് പോണം. 10-20 കൊട്ടയും കൂടെ ഉണ്ടാക്കണം, എന്നാലേ കാര്യം നടക്കും. ആ മാങ്ങാക്കാരൻ ചെയ്താലിക്കും 10 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് വേഗം ചെയ്യ എന്റെ പെണ്ണേ. അമ്മേ, ചന്തേന്ന് വരുമ്പോ ഇത്തിരി കൂടി വലിയൊരു കണ്ണാടി വാങ്ങണം, കുറച്ച് കരിവളകളും. അതെ അതെ, അവിടെ ഒരു കിണുക്കം. എത്ര കണ്ണാടി നോക്കിട്ടെന്താ, വേണ്ടതൊന്നും വേണ്ട കാലത്തുണ്ടായില്ലല്ലോ. കുറ്റാണോ അമ്മേ? സത്യം, ഒന്നും നിന്റെ കുറ്റമല്ല, ഒക്കെ ഈശ്വരന്റെ കളിയാ. കരയണ്ട കേട്ടോ, അമ്മ നല്ല കണ്ണാടി വാങ്ങിക്കൊണ്ട് തരാം. ഇങ്ങോട്ട് അവിടെ അവിടെ പിടി. ഈറ്റയുടെ വില കൂടി, മുതലാളിമാരാണെങ്കിൽ കുട്ടയുടെ വിലയും കുറച്ചു. നല്ല റബ്ബറിന്റെ കൊട്ട വന്നിട്ടുണ്ട്, ടയറിന്റെ കീറില്ല. എന്നാ മുതലാളി എന്നാ അത് വാങ്ങിച്ചോ, ഞാനിത് തിരിച്ചുകൊണ്ടോ. ചൂടാവാതിരിക്കും സാറേ, വഴിയുണ്ടാക്കാം. അല്ല പിന്നെ ചൂടാവാണ്ടിരിക്കുവോ? സാറിന്റെ ഓരോ വർത്താനം കേട്ടാ. നമ്മളിത് കൊടുക്കാനല്ലേ വെച്ചേക്കുന്നേ. ചേച്ചി, ആ ചുവന്ന വെള്ളം എടുത്തേ. അത് അമ്മേ, ഇതൊന്ന് നോക്കിയേ. നിനക്കിഷ്ടമുള്ളത് എല്ലാം എടുത്തോ മോളെ. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. എന്താ അമ്മേ? വിചാരിച്ചാലധികം കാശ് കിട്ടടി. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇത് നല്ലതാ, ഇതെടുത്തു. ഇത് മതി. പാല് ചൂണ്ടയ്ക്ക് 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കള്ളനെ പിടിച്ചേ. ഹായ് മീരേച്ചി, ചന്ദന് വരുമ്പോ ഞങ്ങൾക്കൊന്നും വാങ്ങിയില്ലേ? കള്ളം അല്ല, സത്യമായിട്ടും കച്ചവടം മോശമായിരുന്നു, വെറുതെ മോഹിച്ചു. നിങ്ങളെ ഞാൻ മറക്കുവോ? ധൃതി കൂട്ടണ്ട, എല്ലാവർക്കും തരാം, പക്ഷേ ഓരോന്നേ ആദ്യം തരുള്ളൂ. ഇല്ല പൊടി പൊടി കളിക്കാൻ മോൻ 2 തരാം. നിനക്കൊന്ന്, നിനക്ക് നീ വേണോ? ഇനി ബാക്കിയുള്ളത് അമ്പടി കള്ളി. നിന്റെ മിഠായി എവിടെ പോയി? നിന്റെ കൊതി എല്ലാം തീരട്ടെ. हाँ हम भेज दिया, सच्ची बात बोलते हैं, भेज दिया, माल जल्दी पहुंच जाए भाई. हाँ?
KTC, हाँ केरला ट्रांसपोर्ट कॉर्पोरेशन, हाँ KTC, इसमें भेजा। आप फिक्र मत करना भाई, ये छोटा गांव है भाई, ये गांव में बहुत बहुत अच्छा माल है इधर। अच्छा नारियल है, अच्छा आम है, अच्छा सुपारी भी है इधर। आप फिक्र मत करो। सुनील शेट्टी का फोन अभी आया था, उनको भी मैं सब कुछ बोल दिया। वो बहुत खुशी में है। हाँ हाँ जी। अच्छा आप बोलिए, फिर क्या क्या समाचार है उधर? मुझे थोड़ा पैसा मिलने का है, उसके पास मैं अभी जाऊंगा। हाँ अच्छा अच्छा, मैं 24 तारीख को पक्का पहुंचेगा उधर, आप फिक्र मत करो। ओके ओके। ഇതേതാ പുതിയ അവതാരം? ഇവിടെയും കണ്ട് പരിചയമില്ലല്ലോ. വിദേശിക്കും സ്വദേശി. അതെ, കണ്ട മത്തങ്ങക്ക് കണ്ണും മൂക്കും വെച്ച പോലെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാ മത്തങ്ങ ഇല്ലി പറയുന്നത് കേൾക്കുന്നത്. അച്ഛാ ആ ഹലോ, ആ ഇത് അബ്ദുള്ളയാണ്. ബോംബെയിൽ നിന്ന് റാംജി ഇപ്പൊ വിളിച്ചേ ഉള്ളൂ. 10 ലക്ഷം രൂപ ലോസ് ആണ് പോലും. നീ ഇത് എവിടെയാ പോയി കിടക്കുന്നത്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേരി കാണാവുന്ന. നിർത്തുന്നുണ്ടോ നിങ്ങളെ ഈ ലാത്തിയടി? ഓലക്കേല ഫോൺ വിളിച്ചോണ്ട് ആളെ ബുദ്ധിമുട്ടിക്കാൻ. എടോ ഇത് കേരളമല്ലേ, ഉഗാണ്ടയൊന്നും അല്ലല്ലോ. ഫോൺ വിളിക്കാൻ പാടില്ലെന്ന് ബോർഡ് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ? മലയാളിയാ? അതെയോ? വേണ്ട, വരദം വന്ന് ഇവിടെ കളിക്കണ്ട, വന്ന കോളേജിൽ പോകൂല. ബോംബെയിൽ നിന്ന് ഒരുപാട് കളി കളിച്ചിട്ടാ ഇവിടെ വന്നത്, മനസ്സിലായോ? എന്നോട് കളിച്ച മോന്ത കുട്ടിക്കടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റും. കേട്ടടാ, ഇപ്പൊ നടക്കും. ഈ അബ്ദുള്ളയോട് നീ കളിക്കാറായില്ല. എന്താ നീ വിചാരിച്ചേ? അബ്ദുള്ള ആളറിയാതെ എന്തോ പറഞ്ഞു പോയതാ. എത്രയായി? 65 റുപ്യ. അയ്യോ, ഒരു തല്ല് കാണാനുള്ള ഭാഗ്യം നമുക്കില്ലട്ടോ. സാർ ബാക്കി. നീ വെച്ചോ. ഓ അയ്യേ. വരാഞ്ഞേ? ട്യൂഷൻ കഴിഞ്ഞപ്പോ സന്ധ്യയായി. ആ നടക്ക്. മീരെ, നീ എന്താ ഇങ്ങനെ? എല്ലാവരും ഇന്ന് അകന്ന്. പെൺകുട്ടികളായ കുറച്ച് പ്രസരിപ്പൊക്കെ വേണം. പ്രശ്നങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. വെറുതെ മുഷിഞ്ഞിരിക്കാതെ ആ നേരത്ത് വല്ല പുസ്തകങ്ങളും വായിച്ചാൽ മനസ്സ് ശാന്തമാകും. ശാന്തമായ മനസ്സിലെ നല്ല ചിന്തകൾ ഉണ്ടാവും. ഞാൻ ഇത്രയും പറഞ്ഞത് നീ എന്നെ ഒരു അന്യനായി കാണുന്നില്ലെന്ന് വിചാരിച്ചിട്ടാ. ആ പാവ ശാരദേച്ചിയുടെ എല്ലാ പ്രതീക്ഷയും നീയാ, അത് മറക്കണ്ട. മീനു സൂക്ഷിച്ച്. മീനേച്ചി എന്താ ഇറങ്ങുന്നില്ലേ? മീരയ്ക്ക് എന്താ പറ്റിയേ? ഒരു വിഷമം പോലെ. ചന്തേന്ന് ബാല്യക്കാര് വല്ലതും പറയോ കാട്ടോ ചെയ്തോ? കുമാരേട്ടാ, എന്താ? 2 പഴംപൊരി. ആർക്കാ ഇപ്പൊ പഴംപൊരി? അത് പഴംപൊരി ഇല്ലേ, പകരം റിസ്ക് മതിയോ? അവൾക്ക് കുറച്ച് റിസ്ക് എടുത്ത് കൊടുത്തേ.
ഉം.